ഇത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യസ്വാമി ക്ഷേത്രം. അത്ഭുതങ്ങളും ഐതിഹ്യങ്ങളും അത്യപൂർവമായ ആചാരങ്ങളും പ്രത്യേകതകളും കാഴ്ചകളും കൊണ്ട് അനുഗ്രഹീതമായ ഭരതസ്വാമിയുടെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ കൂത്തമ്പലം. പ്രാചീന ക്ഷേത്ര നാടകകലയായ കൂത്ത് അവതരിപ്പിക്കാനുള്ള വേദിയാണ് കൂത്തമ്പലം അഥവാ കൂത്തുപുര. ക്ഷേത്രത്തിന് ശ്രീകോവിലിന് മുൻവശത്ത് തെക്കുമാറിയാണ് കൂത്തമ്പലത്തിൻ്റെ സ്ഥാനം. കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ ആചാരകലകളാണ് കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കുക. മിഴാവും ഇലത്താളവും കൂത്തിന് അകമ്പടിയായി ഉപയോഗിക്കുന്നു. നാട്യശാസ്ത്രത്തിലെ മണ്ഡപവിധിയിൽ 3 തരം നാട്യഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വികൃഷ്ടം, അതായത് ദീർഘചതുരം; ചതുരസ്രം, ചതുരത്തിലുള്ളത്; തിസ്രം, മുക്കോണം എന്ന മാതൃക. ഇവയ്ക്ക് 108, 64, 32 കോൽ എന്ന കണക്കിലാണ് ജ്യേഷ്ഠം, മധ്യമം, കനിഷ്ഠം എന്ന 3 തരത്തിൽ നാട്യമണ്ഡപങ്ങളുടെ രൂപകൽപ്പന ഉള്ളത്. സാധാരണ കൂത്തമ്പലത്തിൻ്റെ നീളം 64 കോലും വീതി 32 കോലുമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. നാട്യശാസ്ത്ര വിധിപ്രകാരം രംഗം അകലത്തായാൽ സംഭാഷണം അവ്യക്തമാകും. നടൻ്റെ ഭാവപ്രകടനവും വ്യക്തമായി കാണാൻ കഴിയില്ല. കണക്കിൽ ജ്യേഷ്ഠം വലിയതും മധ്യമം ഇടത്തരവും കനിഷ്ഠം ചെറുതുമായ കൂത്തമ്പലങ്ങളാണ്. അങ്ങനെയാണ് കണക്ക്. കൂത്തമ്പലത്തിൻ്റെ പ്രധാന ഭാഗമാണ് രംഗപീഠം, അതായത് സ്റ്റേജ്. പിന്നെ രംഗശീർഷം, സ്റ്റേജിൻ്റെ മുകൾ ഭാഗം. മത്തവാരണി എന്നാണ് രംഗപീഠത്തിന്, അതായത് സ്റ്റേജിന് ഇരുവശവുമുള്ള സ്ഥലത്തിനെ പറയുന്നത്. അണിയറയ്ക്ക് നേപഥ്യം എന്നാണ് പറയുക. കാഴ്ചക്കാരിരിക്കുന്ന സ്ഥലത്തെ പ്രേക്ഷാഗ്രഹം, അതായത് ഓഡിറ്റോറിയം എന്നും പറയുന്നു. ഇവയെല്ലാം കണക്കനുസരിച്ച് നിർമ്മിച്ച ശേഷം അതിൻ്റെ മുഖമണ്ഡപം കൂടിയാകുമ്പോൾ ലക്ഷണമൊത്ത ഒരു കൂത്തമ്പലം തയ്യാറാകുന്നു. നാട്യമണ്ഡപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കണ്ണിന് ആനന്ദം പകരുന്ന കൊത്തുപണികളും ശില്പചാരുതയും കൂത്തമ്പലത്തിന് മോടി കൂട്ടുന്നു. കേരളത്തിൽ ഏകദേശം 18ഓളം ക്ഷേത്രങ്ങളിൽ കൂത്തമ്പലങ്ങളുണ്ട്. അവയിൽ എടുത്തു പറയേണ്ട ഒന്ന് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ കൂത്തമ്പലമാണ്. കൂടാതെ തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം, തിരുവാലത്തൂർ ഭഗവതി ക്ഷേത്രം, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, ആർപ്പൂക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, തിരുവേഗപ്പുറ ശ്രീ മഹാക്ഷേത്രം, തിരുമൂഴിക്കുളം ക്ഷേത്രം, തിരുനക്കര മഹാദേവ ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, തൃശ്ശൂർ വടക്കുന്നാഥ് ക്ഷേത്രം, പെരുവനം മഹാദേവ ക്ഷേത്രം, വാഴേക്കാവിൽ ഭഗവതി ക്ഷേത്രം, കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഇവയിൽ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിലെ കൂത്തമ്പലം വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. വിശാലമായ ക്ഷേത്രവളപ്പിൽ തലയുയർത്തി നിൽക്കുന്ന കൂത്തമ്പലത്തിലെ ഓരോ കല്ലിലും മരത്തിലുമുള്ള കൊത്തുപണികൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തും. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അത്യപൂർവമായ വിശേഷങ്ങളുടെ ബാക്കി കാഴ്ചയുമായി ഇനി അടുത്ത വീഡിയോയിൽ. ഓം സംഗമേശായ നമഃ.